ചില ആളുകൾ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ അച്ഛൻ്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ മുന്നോട്ട് വരുന്നത്, അതിൽ തെറ്റൊന്നുമില്ല. അതെ, പക്ഷെ ഇപ്പൊ തെറ്റൊന്നുമില്ല. ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ചേട്ടന് ചേട്ടൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റിയിൽ തന്നെ നിൽക്കണം. എനിക്കിപ്പോൾ അച്ഛൻ്റെ പേര് പറഞ്ഞ് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല, അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തിയത്? ചെറുപ്പം തൊട്ടേ ഞങ്ങളെ കണ്ടീഷൻ ചെയ്തേക്കുന്നത് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. അച്ഛനും അച്ഛൻ തന്നെയായിരുന്നു അല്ല, അങ്ങനെ അച്ഛനും ഈ കണ്ടീഷൻ പറയുന്ന ചെയ്തത്? പോലെ ഇതാണ് എന്ന് പറഞ്ഞ് ഉം. മുമ്പോട്ട് പോകണ്ട. കാരണം എന്താ പറയുക, ഇപ്പോൾ സ്കൂളിലൊക്കെ ഈ എക്സ്റ്റൻഷൻ ലോഹിതദാസ് എന്നുള്ള എക്സ്റ്റൻഷൻ ആയിരുന്നില്ല പേരിനൊപ്പം. ഉം. അത് എൽദാസ് എന്നുള്ള ഇതിലേ ഉണ്ടായിരുന്നുള്ളൂ ഓ. അവിടെ. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഉം. പിന്നെ പുറത്ത് ചെല്ലുമ്പോഴും എപ്പോഴും ഇത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ സാധാരണക്കാരായി തന്നെ നിൽക്കൂ ഉം. എന്നുള്ളത് അച്ഛൻ എപ്പോഴും ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഒരു കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിലേക്ക് കെയർ ചെയ്യുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടാകാൻ വഴിയില്ല. അല്ലാണ്ട് സ്വയം ഇങ്ങനെ ശ്രമിച്ചിട്ടൊന്നുമില്ല റെസ്ട്രിക്ട് ചെയ്യാൻ? റെസ്ട്രിക്റ്റ് ചെയ്യാൻ പിന്നെ ഒരു സമയത്തിന് ശേഷം എന്താ പറയുക, എന്തിനാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാരണം അച്ഛൻ അച്ഛൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കി, ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കണ്ടേന്നൊരു ഫീലുണ്ടായി. അത് അച്ഛന് മുകളിലേക്ക് ഉള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനായിട്ട് എളുപ്പമല്ല. അതിനു വേണ്ടി ഈ കുറച്ചധികം പാടുപെടേണ്ടി വരും എന്നറിയാം.